ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. കുറേ നാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസമായിട്ടുണ്ടാവും. ഞാനിത് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ അതങ്ങ് മറന്നുപോയി. ഇന്നിപ്പം വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഫോണിൻ്റെ ഗ്യാലറി ഇങ്ങനെ തപ്പുമ്പോഴാണ് ഈ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ല 1 മാസം മുന്നേ നമ്മൾ കുറച്ച് തെങ്ങിൻ തൈ വാങ്ങിയിട്ടുണ്ടായിനെ. അങ്ങനെ അത് വെക്കാൻ വേണ്ടിയിട്ട് നാരായണേട്ടൻ വന്നിട്ടുണ്ടായി. നമ്മളെ നാട്ടിൽ തന്നെ ഇല്ലയാണ്. അങ്ങനെ അമ്മയും നാരായണേട്ടനും കൂടെ ഈ വളപ്പിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഉണ്ടമുളകില്ലേ, ഞാൻ മുമ്പ് എൻ്റെ പച്ചക്കറി കൃഷിയെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിന്. ആ ഉണ്ടമുളകിൻ്റെ ആ ചെടീൻ്റെ അകത്ത് നിറച്ചും ഉണ്ടമുളക് പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി എന്ത് ചെയ്തു, അത് വേഗം പറിച്ചെടുക്കുവാനേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നാരായണേട്ടൻ വേഗം ആ രണ്ട് മുളക് ചെടിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേഗം മണ്ണെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ തടെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രം ഒന്നും എടുത്തിട്ടില്ല, ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ പച്ചക്കറി പണ്ട് നട്ടതെല്ലാം കഴിഞ്ഞു കേട്ടോ. 2 വഴുതനങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിനെ. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം പാത്രം എടുക്കാൻ പോകാൻ കഴിയില്ല എന്നിട്ട് എൻ്റെ ടോപ്പിൻ്റെ അകത്ത് തന്നെ വേഗം മുളക് പറിച്ചിട്ടു കേട്ടോ. അമ്മയും കൂടിയിട്ടുണ്ടായിനെ. അങ്ങനെ ഇതാ ആ കാണുന്ന തെങ്ങെല്ലാം നമ്മൾ പുതിയ മറ്റേ 4 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ തെങ്ങെല്ലാണ്, കണ്ടറിയാ കായ്ക്കുമെന്ന്. അങ്ങനെ നാരായണേട്ടൻ ഒരു സൈഡിൽ നിന്ന് തെങ്ങെല്ലാം അവിടെ നിന്ന് വെക്കുന്നുണ്ട്, ഞാനും അമ്മയുടെ ഒരു സൈഡിൽ നിന്ന് മുളക് പറിച്ച് കൂട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണിക്കാനല്ല കാണാൻ. ഒരു നല്ല പച്ച കളറും അല്ല വെള്ളയല്ലാത്തൊരു കളറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ മൂക്കാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഒരുപാട് കണ്ടതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കൊണ്ടാട്ടാക്കാം, അല്ലാണ്ട് കറിയിലെല്ലാം ഇടാൻ കുറച്ച് മതി കേട്ടോ. നമുക്ക് ഈ ഒരു മുളകിൻ്റെ പകുതിയല്ലേ ഞാനൊരു കറിക്കിടലുള്ളൂ, അത്രയ്ക്ക് എരിവുള്ള മുളകാണ്. അപ്പോൾ കൊണ്ടാട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കറിയെല്ലാം ഇല്ലാത്ത സമയത്തെല്ലാം എടുത്ത് വറുക്കാമല്ലോ. അപ്പോൾ അമ്മ എന്തായാലും പറഞ്ഞു മഴയാണ്, ഉണങ്ങി കിട്ടാനെല്ലാം പണിയായിരിക്കും, എന്നാലും നമുക്ക് അടുപ്പും തടമ്പൽ വെച്ചിട്ട് ഉണക്കാനും പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ഇതാ അതിൻ്റെ അകത്ത് മുളകെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടുന്ന് പണിയെടുക്കുന്നുണ്ട്, ഞാൻ മുളകുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മുളക് നമ്മൾ നാരായണേട്ടനും കൊടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ ബാക്കിയുള്ള മുളകുമായിട്ട് ഞാനിതാ വീട്ടിലേക്ക് വന്നിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ട് അത്ര ഭംഗി തോന്നുന്നുണ്ടാവില്ല. അങ്ങനെ ഇതാ നമുക്കിഷ്ടം പോലെ ഉണ്ടമുളക് കിട്ടിയിട്ടുണ്ട്. കുറച്ചാണ് നമ്മൾ കറിയിലിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എടുത്തിട്ട് അമ്മേൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് അപ്പുറത്തേക്ക് തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ലൊരു മഴയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നാരായണേട്ടൻ പണിയെല്ലാം കഴിഞ്ഞ് പോയി. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കൊണ്ടാട്ടാക്കാം, വീഡിയോ എടുക്കുകയാണ്. അപ്പം ഞാൻ പപ്പടം കുത്തിയെല്ലാം എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ മുളകിനെ ഇങ്ങനെ ഓട്ടയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പപ്പടം കുത്തിയെല്ലാം എടുത്തിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് വേണ്ട ഹെൽപ്പെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുളക് നല്ലോണം കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ മണ്ണൊന്നും ഉണ്ടായിട്ടില്ല, നല്ല മഴയെല്ലാം പെയ്തില്ല, അപ്പം മണ്ണൊന്നുമില്ല. എന്നാലും ഞാനൊരു 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമില്ലേ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ്. ഇത് ഉപ്പിലിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉപ്പിലിട്ട് കുറച്ച് സിർക്കയെല്ലാം ഒഴിച്ച് വെച്ചാൽ എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു കാന്താരി മതി ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. കാന്താരി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടമുളക് എന്നെല്ലാം പറയാം കേട്ടോ. നിങ്ങളുടെ നാട്ടിലെല്ലാം ഈ മുളകിന് എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇതാ ഒരു 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയിട്ടുണ്ടായിനെ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മതി, അതിന് മണ്ണൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരുപാട് പ്രാവശ്യം കഴുകണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. എന്നാലും ഞാൻ വെറുതെ 2-3 വട്ടം ഇങ്ങനെ കഴുകി കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാനിതാ അതിൻ്റെ ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ അരിപ്പ പാത്രമില്ലേ അതിൻ്റെ അകത്തേക്ക് തട്ടിയിട്ടു. എന്നിട്ട് അമ്മ നമ്മളിതാ അതിനിങ്ങനെ ഓരോ കീറ് കൊടുക്കുവാണേ. അപ്പോൾ അമ്മ വേഗം കത്തിയെടുത്തിട്ട് ഇങ്ങനെ മുളകിന് ഓരോ കുഞ്ഞി കീറിൽ കൊടുത്തു. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ പപ്പടം കുത്തി, ആ പപ്പടം കുത്തിയോണ്ട് ഞാൻ അതിനിങ്ങനെ ഓട്ടയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഉപ്പെല്ലാം കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാളും കൂടെ വേഗം അതെല്ലാം ചെയ്തു. എന്നിട്ട് അമ്മ ഇതാ അതിലേക്ക് ആവശ്യത്തിനില്ലേ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തെച്ചും ആയില്ല കേട്ടോ, കുറച്ചും കൂടെ മുറിച്ചിടാനുണ്ട് അത്ര. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം നമ്മൾ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അങ്ങനെ ഉപ്പിട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിനെ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രമില്ലേ അത് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ആ തട്ടിൻ്റെ അകത്ത് ഇട്ടിട്ട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാ മുളകും അതേപോലെ ഒരു ഹോളിട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ആ അരിപ്പ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ അത് ഒന്നൊരു ചെറുതായിട്ടൊന്ന് വെന്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളിതാ ആവി കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം വേഗം നമുക്കത് തുറന്നെടുക്കാം.
അങ്ങനെ നമ്മളെ മുളകെല്ലാം ഇതാ നല്ലോണം ആവിയെല്ലാം കയറി സെറ്റായിട്ടുണ്ട്. അത് വീണ്ടും നമ്മളെ അരിപ്പ പാത്രമില്ലേ അതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് അത് തണിയണം, നമുക്ക് അതിന് നിരത്തി ഉണങ്ങാൻ വേണ്ടി വെക്കണ്ടേ. ഇപ്പം ഭയങ്കര മഴയായതുകൊണ്ട് എന്തായാലും നമുക്ക് മുറ്റത്തൊന്നും ഇട്ടിട്ട് ഉണക്കാൻ പറ്റൂല, അങ്ങനത്തെ കാലാവസ്ഥയാണല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്താകുമ്പം അമ്മ എല്ലാ ദിവസവും അടുപ്പ് കത്തിക്കും, അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടിന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിതാ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്, എല്ലാ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തൈര് ഒഴിക്കുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പോൾ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം. വെയിലത്ത് നിന്നാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമ്മളിത് അമ്മേൻ്റെ അടുപ്പിൻ്റെ അടുക്കിയാണ് ഇടുന്നത്. അപ്പോൾ അമ്മ വേഗം അടുപ്പിൻ്റെ അടുമ്മലെല്ലാം പൊടിയെല്ലാം ഇതാക്കിയിട്ട് വൃത്തിയാക്കുവാന്ന് കേട്ടോ. നേരെ ഡയറക്റ്റ് ആടെയെല്ലാം ഇടുന്നത് പേപ്പർ വിരിച്ചിട്ട് അതിലേക്കാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുപ്പ് പുറത്തായതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടാൻ കഴിയില്ലല്ലോ. ഇതിപ്പോൾ അമ്മേൻ്റെ അടുത്ത് അകത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോഴും തീയും പറ്റിക്കുമ്പോൾ അവിടെ ചൂടുണ്ടാവുമല്ലോ. അങ്ങനെ അമ്മ വേഗം ഇത് ആടെയെല്ലാം വൃത്തിയാക്കി ഞാൻ അവിടെ പേപ്പറെല്ലാം വിരിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മ നമ്മളെ മുളക് കൊണ്ടാട്ടമായില്ല, മുളക് അതിലേക്ക് നിരത്തി കൊടുക്കുവാന്ന് കേട്ടോ. ഇനിയിപ്പം കുറേ ദിവസം എടുക്കും ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ എന്നോട് പറയണം, ബാക്കി വീഡിയോ നമുക്ക് അന്നേരം എടുക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ ദിവസം എടുത്തിട്ടാണ് ഇതൊന്ന് ഉണങ്ങി കിട്ടിയത്. ഉണങ്ങി കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ വെയിലത്തു നിന്ന് ഉണങ്ങുന്നത് പോലെ എന്തായാലും ആവില്ലല്ലോ അടുപ്പിൻ്റെ അടുക്ക് വെച്ചാൽ. ഈ ആ ഒരു ചൂടടിച്ചിട്ട് കിട്ടുന്ന ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ഇങ്ങനെ അടിപൊളിയായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കൊണ്ടാട്ടെല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ ഇതാ എനിക്ക് കുറച്ച് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട്. ഏട്ടമ്മക്കും കൊടുത്തു, അമ്മയും എടുത്തു കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം വറുത്ത് നോക്കാൻ പോവാണ്. പക്ഷേ നമുക്ക് വെയിലില്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണക്കിയെടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടുപ്പിൻ്റെ അടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഉണക്കിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടാവും കേട്ടോ ഈ കൊണ്ടാട്ടം ഉണക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ദിവസം കൊണ്ട് തന്നെ ഈ കൊണ്ടാട്ടം ഉണങ്ങി കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ വെയിലേ ഇല്ല. അപ്പോൾ ഞാനിതാ കൊണ്ടാട്ടം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുണ്ടോയെന്ന് അറിയില്ല, കഴിച്ച് നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് എടുക്കട്ടെ, എന്നിട്ട് അതിൻ്റെ കൂടെ കഴിച്ച് നോക്കാം. കാണാൻ ലുക്കില്ലെങ്കിലും കൊണ്ടാട്ടം വറുത്തിട്ട് കൂട്ടുമ്പോൾ നല്ല അടിപൊളി കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം.